ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് എല്ലാവർക്കും ആദരവോടുകൂടി സ്നേഹവന്ദനം. ഇന്ന് ഒക്ടോബർ മാസം 18-ാം തീയതി 292-ാമത്തെ ദിവസത്തിലെത്തി. അതെ, വീണ്ടും ഒരു ഞായറാണ്. സുറിയാനി സഭയുടെ പഠിപ്പിക്കലനുസരിച്ച് സ്ലീവാ പെരുന്നാളിന് ശേഷം 5-ാമത്തെ ഞായറെന്നാണ് ഈ ദിനത്തെ വിശേഷിപ്പിക്കുന്നത്. വിശുദ്ധ സുവിശേഷ വായനയ്ക്കായിട്ടും ധ്യാനത്തിനായിട്ടും ക്രമീകരിച്ച് ലഭിക്കുന്ന വേദഭാഗമാവട്ടെ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ ആരംഭവുമാണ്. ഈയൊരു വേദഭാഗം ഒന്ന് വായിക്കാനായിട്ട് ഓർമ്മപ്പെടുത്തുകയോ നിർബന്ധിക്കുകയോ ചെയ്യുക എന്നത് എത്രയോ വലിയ അപകടമാണ്. നല്ല നിശ്ചയമുണ്ട്. വലിയൊരു അസ്വസ്ഥതയുടെ ഗർത്തത്തിലേക്ക് ബോധപൂർവം ഞാൻ നിങ്ങളെയും തള്ളിയിടുന്നതിന് തുല്യമാണ്. എന്നാലും നമുക്ക് ഈ വഴി ഒന്ന് പോയേ മതിയാവൂ. അവിടെ യേശു പറയുകയാണ്, നിയമജ്ഞരും പരീശന്മാരും മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. അതിനാൽ അവർ നിങ്ങളോട് പറയുന്നതെല്ലാം അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവീൻ. എന്നാൽ അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ അനുകരിക്കരുത്. അവർ പറയുന്നു, എന്നാലോ പ്രവർത്തിക്കുന്നില്ല. ഇതിനിടയിൽ എവിടെയാണ് ഈ നേതൃത്വമൊക്കെ ദൈവ അന്വേഷണത്തിൽ ഏർപ്പെടുന്നത്? 40 സ്വർണവാളുകളും 40 സ്വർണ ചെങ്കോലുകളും വഹിച്ച കിങ്കരന്മാര് രാജാവിൻ്റെ മുന്നിലും പിന്നിലുമുണ്ടായിരുന്നു എപ്പോഴും. അന്നും അദ്ദേഹം അത്തരത്തില് ആ കിങ്കരന്മാരുടെ അകമ്പടിയൊക്കെ സേവിച്ച് കൊട്ടാരത്തിലൂടെ നടന്ന് കിടപ്പുമുറിയിൽ സ്വർണമെത്തയിൽ ഉറങ്ങാനായിട്ട് കിടന്നു. അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ തട്ടുംപുറത്ത് നിന്ന് ഒരു ശബ്ദം കേട്ടു. ആരാണ് മുകളില്? രാജാവ് അന്വേഷിച്ചു. മുകളിൽ നിന്ന് ഇങ്ങനെയൊരു ഉത്തരമുണ്ടായി, നിങ്ങളുടെ ഒരു സ്നേഹിതനാണ്. എൻ്റെ ഒട്ടകത്തെ തിരയുകയാണ് ഞാൻ. രാജാവ് ക്ഷോഭം കൊണ്ട് പൊട്ടിത്തെറിച്ചു. വിഡ്ഢി, കൊട്ടാരത്തിലെ തട്ടുംപുറത്താണോ തൻ്റെ ഒട്ടകത്തെ തിരയുന്നത്? മുകളിൽ നിന്ന് വീണ്ടും ആ അശരീരി ഉണ്ടായി. ആ സ്നേഹിതൻ പറഞ്ഞു, അശ്രദ്ധനായ രാജാവേ, അങ്ങ് കേട്ടാലും സ്വർണവാളുകളും സ്വർണ ചെങ്കോലും സ്വർണക്കിടക്കയിലും ഒക്കെ വിശ്രമിക്കുന്ന, ഇതെല്ലാം ഉപയോഗിക്കുന്ന താങ്കളും ദൈവത്തെ അന്വേഷിക്കുന്നില്ലേ? ദൈവത്തെ ആരാധിക്കുന്നില്ലേ? അതിലും എത്രയോ ഭേദമാണ് ഈ പാതിരാവില് കളഞ്ഞുപോയ, കാണാതെ പോയ എൻ്റെ ഒട്ടകത്തെ അങ്ങയുടെ തട്ടിൻപുറത്ത് ഞാൻ അന്വേഷിക്കുന്നത്. അന്ന് രാജാവിന് സ്വസ്ഥമായി ഉറങ്ങാൻ കഴിഞ്ഞില്ല. പിറ്റേന്നും ഈ കഥയിലൂടെ കുറച്ചുകൂടി ശ്രദ്ധാപൂർവം ഒന്ന് സഞ്ചരിപ്പാനായിട്ട് ധൈര്യം കാണിച്ചാൽ നമുക്കും അസ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാം. അവിടെ നിന്ന് അതിലും എത്രയോ മികച്ച സ്വസ്ഥതയുടെ സാധ്യതയിലേക്കും. ആമേൻ.